നമസ്കാരം ആഘോഷമായിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺറിൽ എഞ്ചിൻ ട്യൂട്ടോറിയൽ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. ബേസിക് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ടെറൈൻ ക്രിയേറ്റ് ചെയ്യാനും അതിനെ ചെറിയ ക്ലച്ച് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തിരി ഹൈറ്റും അതുപോലെ ഹൈറ്റ് കുറച്ചൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു കുളം പോലെ സെറ്റ് ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വീട് ക്രിയേറ്റ് ചെയ്തു. വീടിൻ്റെ ഇതുപോലെയുള്ള ജനൽ കട്ടിങ്ങുകൾ, വാതിൽ കട്ടിങ്ങുകളൊക്കെ ഇടാൻ വേണ്ടി പഠിച്ചു അല്ലേ. ബൂളിയൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ നമുക്ക് മുന്നോട്ടേക്ക് എളുപ്പത്തിൽ ഏതെങ്കിലും ഭാഗം മിസ്സിങ് വന്നാലും പഴയ വീഡിയോ കണ്ടവർക്ക് അതൊരു വിഷയമായിട്ട് വരില്ല. അത് കാണാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക വെബ്സൈറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക അല്ലേ. ഇതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള ഈ ഒരു പേജ് ക്ലിക്ക് ചെയ്താൽ അൺറിൽ എഞ്ചിന് അതിൻ്റെ അത് ഇവിടെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു പേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ആ പാർട്ട് 1 ഇവിടെ കാണാൻ പറ്റും. ഈ പാർട്ട് 2 ഇപ്പോൾ ചെയ്യുന്ന ഇവിടെ ആഡ് ചെയ്യും. അങ്ങനെ 3, 4 എന്ന് പറഞ്ഞ് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ നിങ്ങൾക്ക് അൺറിൽ എഞ്ചിനിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും വർക്കിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഏരിയ മൊത്തം ഒന്ന് ടെക്സ്ചർ ചെയ്യണം അല്ലേ. എന്നിട്ട് ഇതിനും അതുപോലെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. നമുക്ക് ഒരു രീതിയിലല്ല, ഒരുപാട് രീതിയിൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ എല്ലാ രീതിയും ഒന്ന് പരിചയപ്പെടും അല്ലേ. ആദ്യം കാണുന്ന രീതി ഇതെനിക്ക് കൊള്ളാം, ഇത് തന്നെ മതി എന്ന് വിചാരിക്കരുത്. കാരണം അതിനേക്കാളും ഡെപ്തായിട്ട് ചെയ്യാനുള്ള അടുത്തടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പിക്ചർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ടെക്സ്ചർ അപ്ലൈ ആയി. അതാണ് ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഈ ഒരു വർക്കുമായിട്ട് നിങ്ങൾ കുറച്ചൊരു ഐഡിയ ഉള്ള അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾ പറയും ഇത് എവിടെ നിന്നാണ് ടെക്സ്ചർ ചെയ്യാൻ പഠിച്ചെന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് കാണുമ്പം നോർമലായിട്ടുള്ള ആൾക്ക് മനസ്സിലായില്ലെങ്കിലും അത്യാവശ്യം ഒരു ഗന്ധമുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ തട്ടിക്കൂട്ട് വർക്കാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എത്രയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുക കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് പറഞ്ഞ് പോകാം അല്ലേ. നമ്മൾ ജസ്റ്റ് നമ്മുടെ കണ്ടൻറ് ബ്രൗസർ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടൻറ് ബ്രൗസറിനെ ഈ ഒരു ഡോക്ക് ഇൻ ലേഔട്ടിനുള്ള ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ് ബ്രൗസറിനെ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിനെ സെക്കൻഡ് സ്ക്രീനിലേക്ക് വെക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു കണ്ടൻറ്റിൻ്റെ അകത്ത് ഇവിടെ കണ്ടൻറ്റിൻ്റെ അകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ അല്ലേ. ഇവിടെ ഞാൻ മെറ്റീരിയൽസ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. അതൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക. ജസ്റ്റ് വെറുതെ ഗൂഗിൾ എടുത്തിട്ട് അവിടെ ഇതേപോലെ ഫ്ലോർ ടെക്സ്ചർ എന്തെങ്കിലും സെർച്ച് ചെയ്യാം. ഞാൻ ഫ്ലോർ ടെക്സ്ചർ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക അല്ലേ. കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. കണ്ടന്റ് ബ്രൗസറിൻ്റെ അകത്തേക്ക് ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിനെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിനെ ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇതിനെ വെറുതെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ നിലത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ഇത്തിരി ടൈം എടുക്കും, എന്നാലും വെയിറ്റ് ചെയ്യുക. ഇതൊരു ബ്ലാക്ക് കളറിലാണ് കാണിക്കുന്നതെങ്കിൽ മെറ്റീരിയൽ അപ്ലൈ ആയിട്ടില്ല. അപ്പോൾ അപ്ലൈ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് നോക്കിയാൽ ആ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് അപ്ലൈ ആവാൻ ചാൻസ് ഉണ്ടാവട്ടെ. കണ്ടോ, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡൽ. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ അല്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു ഇതിൻ്റെ ടെക്സ്ചറിങ്ങിൻ്റെ വലിപ്പമൊക്കെ വ്യത്യാസമുണ്ട്, ക്വാളിറ്റി ഒക്കെ കുറവുണ്ട് അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മെറ്റീരിയൽ ചെറുതായിട്ട് നമ്മളൊന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. കൂടുതലൊന്നുമില്ല. ഈ മെറ്റീരിയൽ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിർത്തിയിട്ട് പോകണ്ട കേട്ടോ. ഒന്നുമില്ല, വെറുതെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലാൻഡ് നടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ലെയർ കോഡ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ആഡ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, കീബോർഡിൻ്റെ അകത്ത് എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എസ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പാരാമീറ്റർ കിട്ടും. അത് പിന്നെ ഒരു ഡിവൈഡറാണ് വേണ്ടത്. ഡി എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, സിമ്പിൾ അല്ലേ. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇത് കിട്ടും കേട്ടോ. കൂടുതൽ കൺഫ്യൂഷൻ ആക്കില്ല. ഇനി ഈ ഈ എയിലേക്ക് ഒരു കണക്ഷൻ ഇവിടുന്ന് കൊടുക്കുന്നു. അതുപോലെ താഴെ പാരാമീറ്ററിൻ്റെ അകത്തുനിന്ന് ഇവിടേക്ക് ഒരു ബിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു. ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് യു വിയിലേക്ക് കൊടുക്കുന്നു. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ടെക്സ്ചറിൻ്റെ സൈസ് ചെറുതാക്കാണല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ഇവിടുന്ന് ഒരു ഇപ്പോൾ 0ലാണ് കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ 0.5 എന്നുള്ളൊരു വാല്യൂ കൊടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റം കാണാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും വേണ്ടല്ലേ, ഇനിയും ചെറുതാക്കണം. അപ്പോൾ ഞാൻ 0.25 കൊടുത്തു നോക്കുക. ഇപ്പോൾ അത്യാവശ്യം ചെറുതായി നമുക്ക് വേണ്ടൊരു ടെക്സ്ചർ സ്റ്റൈലിലേക്ക് വന്നു അല്ലേ. ഇനിയും വേണമെങ്കിൽ നമുക്ക് 0.15 കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ നല്ല നീറ്റായിട്ടുള്ള സംഭവം കിട്ടും അല്ലേ. എന്ത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു ജസ്റ്റ് ആഡ് ചെയ്ത് മെറ്റീരിയൽ നമുക്ക് കിട്ടിയില്ലേ. ഇനി ഈ മെറ്റീരിയലിന് ഓവറായിട്ട് ഷൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ, തിളക്കങ്ങളൊക്കെ ഉണ്ട്, ഇതിന് അത്ര തിളക്കമല്ല. ചില മെറ്റീരിയൽ വല്ലാതെ തിളങ്ങും. അങ്ങനെ തിളങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും മെറ്റീരിയലിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ 1 ഉള്ള കീയില്ലേ, ഒന്ന് ഞെക്കിയിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 വാല്യൂ കിട്ടും. അതിന് ജസ്റ്റ് ഈ സ്പെക്കുലാർ എന്ന് പറഞ്ഞ നോട്ടിലേക്ക് കണക്ട് ചെയ്തിടുക.
അപ്പോൾ വല്ലാതുള്ള തിളക്കമൊക്കെ അങ്ങോട്ട് പോയിട്ടൊരു തിളക്കമില്ലാത്തൊരു വസ്തുവായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൾട്ട് ബട്ടണ് വിൻഡോസിലാകുമ്പോൾ, മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റ് ആയിക്കോളൂ കേട്ടോ. അവിടെ ഡിലീറ്റ് ചെയ്യണേ, ഡിലീറ്റ് ചെയ്യാവട്ടെങ്കിൽ അവിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ. ഒന്ന് സേവ് ചെയ്തേക്കാം. ഇപ്പോൾ നമുക്ക് നിലത്തിൻ്റെ ഫ്ലോറിങ് കഴിഞ്ഞു അല്ലേ? നല്ല സ്റ്റൈലുണ്ട് അല്ലേ? ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പിന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ കിട്ടണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ കണ്ടന്റ് ബ്രൗസറിൽ വീണ്ടും വരിക, ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്വിക്സെൽ ബ്രിഡ്ജ് കണ്ടന്റ് കാണാൻ പറ്റും. ആഡ് ക്വിക്സെൽ ബ്രിഡ്ജ് കണ്ടന്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്സെൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. എപ്പിക് ഗെയിമിൻ്റെ മോഡിൽ ഇതിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് കാണാൻ പറ്റും അല്ലേ? ഇതിൽ നമുക്ക് നിലത്തിന് വേണ്ടിയിട്ട് പറ്റിയൊരു മെറ്റീരിയലാണ്, അതായത് ഗ്രൗണ്ടിന് വേണ്ടി ഒരു മെറ്റീരിയൽ. അപ്പോൾ നമുക്കിവിടെ ഗ്രൗണ്ട് നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം അല്ലേ? ഗ്രൗണ്ട് നിന്ന് സെർച്ച് ചെയ്താൽ ഗ്രൗണ്ടിന് പറ്റിയ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ കിട്ടും. കണ്ടോ? ഇതിൻ്റെ മെറ്റീരിയൽസ് മാത്രം മതിയെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാം കേട്ടോ. ഇവിടെ ഫിൽറ്റർ കൊടുത്തിട്ട് ഈ ഓൾ ടൈപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് സർഫേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സർഫേസ് കൊടുത്തു കഴിഞ്ഞാൽ സർഫേസ് മെറ്റീരിയൽ മാത്രമായിട്ട് കിട്ടും. മെറ്റീരിയൽ സർഫേസ് മെറ്റീരിയൽ അത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പുല്ലിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണിൻ്റെ ഒക്കെ ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. മസ്റ്റായിട്ട് സൈൻ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു മീഡിയം ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു നിലത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം അല്ലേ? നിങ്ങൾ അൺറിയൽ എഞ്ചിൻ 5 ആണ് യൂസ് ചെയ്യുന്നത്, കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ നിലത്ത് തന്നെ ക്ലിക്ക് ചെയ്തെന്ന് കൺഫേം ആക്കിയ ശേഷം താഴേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പ് എന്ന് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഡിഫാൾട്ട് ഫിസിക് മെറ്റീരിയൽ എന്ന് കാണാൻ പറ്റും. അതുപോലെ ലാൻഡ്സ്കേപ്പ് മെറ്റീരിയൽ കാണാൻ പറ്റും. ഈ ലാൻഡ്സ്കേപ്പ് മെറ്റീരിയലിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന ഈ ഒരു മെറ്റീരിയലിനെ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിപ്പോൾ ഇവിടെ അപ്ലൈ ആവട്ടോ എന്ന് വയ്ക്കും. ഇത്തിരി ടൈം എടുക്കും, എന്നിട്ട് അപ്ലൈ ആവും. എന്തെങ്കിലും കാരണവശാൽ നമുക്കിവിടെ അപ്ലൈ ആവുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന എഴുതിയോ, ഇതൊരു ഓപ്ഷൻ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ കണ്ടന്റ് ബ്രൗസർ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക. കണ്ടന്റ് ബ്രൗസറിൻ്റെ അകത്ത് പുതിയൊരു ഫോൾഡർ അപ്പിയർ ആയിട്ടുണ്ട്, മെഗാ സ്കാൻസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ സർഫേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ കാണും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടന്റ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് പുറത്ത് എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വരിക. എന്നിട്ട് ഈ ഒരു ഐക്കൺ ഉണ്ടാവും, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ പെട്ടെന്ന് അപ്ലൈ ആവും. നേരത്തെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്ലൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പം നമുക്ക് വീണ്ടും ഇവിടെ ഒരു പ്രശ്നം വന്നു അല്ലേ? മെറ്റീരിയൽ ടെക്സ്ചർ ടൈലിംഗ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. ടൈലിംഗ് റിപ്പീറ്റേഷൻ, അതായത് ഇങ്ങനെ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വെച്ച പോലെ ഒരുപാട് ഭയങ്കര വൃത്തികേടായിട്ട് ഒട്ടും നാച്ചുറലാണെന്ന് തോന്നുന്ന സംഭവം ആണല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ടെക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാത്ത് കേട്ടോ, മെഗാ സ്കാനിൽ സർഫേഴ്സിൽ ഏതാണോ അത് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഈ 3 മെറ്റീരിയലാണ് നമുക്ക് വേണ്ടത്. ഈ 3 ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു ന്യൂ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പിന് വേണ്ടി ആഡ് ചെയ്തുകൊണ്ട് ലാൻഡ്_ ഡാർക്കൂൾ സ്റ്റുഡിയോൻ്റെ DK എന്നുള്ളൊരു DRK എന്നോ എന്തെങ്കിലും ഒരു പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ കണ്ടന്റ് ബ്രൗസർ വീണ്ടും കണ്ടന്റ് ബ്രൗസർ ഇത് ഓപ്പൺ ചെയ്ത് ഈ 3 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് ആഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്, വെറുതെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഈ 2 മാപ്പുകൾ ഇപ്പോൾ എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ? ഈ 2 മാപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് നോർമൽ മാപ്പാണ്, ഈ നീല കളറിൽ കാണുന്നത്. അടിയിൽ കാണുന്നത് ബംപ് മാപ്പ് അല്ലെങ്കിൽ ഹൈറ്റ് മാപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പം മുകളിലത്തെ നമ്മളെ ടെക്സ്ചർ, നമ്മുടെ ഈ ഒരു മെയിൻ ടെക്സ്ചറിനെ ആഡ് ചെയ്ത് ബേസിക് കളറിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നേരെ താഴെയുള്ള ഈ നോർമൽ മാപ്പിനെ നമ്മൾ നേരെ എടുത്ത് നോർമൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഹൈറ്റ് മാപ്പ് കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു പോർട്ട് ഇല്ല അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ഹൈറ്റ് മാപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ടാവില്ല. അത് നമ്മൾ പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത്തിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തൽക്കാലം ഇവരെ അങ്ങ് തട്ടാൻ മതില്ലേ? തൽക്കാലം ഇവർ 2 പേരും മതി. പിന്നെ ഇത് വല്ലാതെ തിളങ്ങുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതിനെടുത്തിട്ട് സ്പെക്കുലാർ നോഡിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ലാൻഡ്സ്കേപ്പ് കോഡ് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു S അതുപോലെ ഒരു D അല്ലേ? എന്നിട്ട് ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ കേട്ടോ, റിപ്പീറ്റേഷൻ ആണ് നോക്കണ്ട. ഒന്ന് ഇവിടേക്കും കണക്ട് ചെയ്യുക, ഒന്ന് ഇവിടേക്കും കണക്ട് ചെയ്യുക. സിമ്പിൾ അല്ലേ? ഇനി ഒന്ന്
സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ആയി അല്ലേ. വീണ്ടും അൺലെഞ്ചിൻ്റെ എഡിറ്റർ എടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ആയി. ഓക്കെ അല്ലേ. ഇനി ഈ മെറ്റീരിയലിനെ സെലക്ട് ചെയ്യുക, ഇവിടെ വരിക, ഈ ബട്ടണ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മെറ്റീരിയൽ ഇവിടേക്ക് അപ്ലൈ ആയി. കണ്ടോ, ഒറ്റ പച്ച കളർ നല്ല വൃത്തികേടുണ്ടല്ലേ. നമുക്കറിയാം അത് പ്രശ്നമുള്ള കാര്യമല്ലാന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 0 വാല്യൂ മാറ്റി കൊടുക്കുക. അപ്പോൾ എത്ര കൊടുത്തു നോക്കാം, നമുക്ക് ഒരു 5 കൊടുത്തു നോക്കാം. എന്താ സ്ഥിതിന്ന്, പെർഫെക്റ്റ് ആണോ, നിങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ ബാക്കോട്ടേക്ക് കിടക്കുന്നത് നോക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയൊരു ഏരിയയിൽ നോക്കിയാൽ മതി. ഇങ്ങനെ സൂം ചെയ്തല്ലേ നിൽക്കുക. ബാക്കോട്ടേക്കുള്ളത് നമ്മൾ അത്രയും വലുതാക്കാൻ നിൽക്കുമ്പോൾ ടെക്സ്ചറിൻ്റെ ക്വാളിറ്റി കുറയും. ഇനി വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒക്കെ വലുതാക്കി നോക്കിയാൽ ഒരു 10 ഇട്ട് നോക്കിയാൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും അല്ലേ. ഇങ്ങനെ നിൽക്കട്ടെ അല്ലേ. തൽക്കാലം സേവ് കൊടുക്കൂ, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ വെള്ളത്തിന് ടെക്സ്ചർ ആഡ് ചെയ്യണം അല്ലേ. ഇതിന് നമുക്ക് ഇവിടെ കണ്ടന്റ് പ്രോസസ്സിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ ഫിൽറ്റർ കൊടുത്തിട്ട് ഇവിടേക്ക് നമ്മൾ മെറ്റീരിയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മെറ്റീരിയൽ ഓൺ ചെയ്ത ശേഷം ഓളിൽ കൊണ്ടുവയ്ക്കുക. ഓളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വാട്ടർ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൽ 3 ടൈപ്പ് വാട്ടർ അവൈലബിൾ ആണ്. ഇനി വാട്ടറുകൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ എപ്പിക് ഗെയിമിൻ്റെ ലോഞ്ചറിൽ വരിക, മാർക്കറ്റ് പ്ലേസിൽ വരിക. എന്നിട്ട് ഇവിടെ വാട്ടർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കണ്ട, ഇതൊരു വാട്ടർ കണ്ടൻറ്റാണ്, 4000 രൂപ സംതിങ് ആണുള്ളത്. അതുപോലെ ഒരുപാട് വാട്ടർ കണ്ടൻറ്റുകൾ നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ കിട്ടും. ഞാൻ ജസ്റ്റ് ലൈബ്രറിൻ്റെ അകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കണ്ട, ഇത്ര ഐറ്റംസ്, പിന്നെ ഒന്ന് താഴേക്ക് നീക്കിയാൽ കുറച്ചുകൂടെ ഐറ്റംസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് കുറേ വാട്ടർ മെറ്റീരിയൽ, ഈ വാട്ടർ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. വാട്ടർ മെറ്റീരിയൽസ് ഒന്ന് സെർച്ച് ചെയ്ത് ചിലപ്പോൾ അത് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഏതൊക്കെയോ പാക്കിൻ്റെ അകത്ത് എനിക്ക് വാട്ടർ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഇതിനകത്ത് നല്ല ട്രീ പാക്കേജുകളൊക്കെ ഉണ്ട്, കണ്ടോ, നല്ല ഭംഗിയുള്ള ട്രീ പാക്കേജുകളൊക്കെ ഉണ്ട്. പുല്ലുകൾ, പൂവുകളൊക്കെ ഉണ്ട്, താമര, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ഇനി എന്ത് ചെയ്യുക, ഈ വാട്ടർ തൽക്കാലം ഈ ഒരു വാട്ടർ മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇത്തിരി ടൈം എടുക്കും കേട്ടോ അപ്ലൈ ആവാൻ. അവിടെ പ്രിപ്പയറിങ് ഷെയ്ഡേഴ്സ്. അപ്പോൾ അത്യാവശ്യം ഒരു കുളത്തിൻ്റെ ലുക്ക് കിട്ടിയില്ലേ. ഇത്തിരി നീല കളറൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മുന്നോട്ടേക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അവിടെ ഒരു കുളം കിട്ടി, സെറ്റല്ലേ. ഇനി നമുക്ക് ഈ വീടിന് എന്തെങ്കിലും പെയിൻറ് ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. വാളിനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്തെങ്കിലും വാളിന് പറ്റിയ സർഫേസുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞതും കീറിയതൊക്കെയാണ് ഉള്ളത്. കണ്ടോ, ഇതൊരു വാൾ മെറ്റീരിയൽ കൊള്ളാം അല്ലേ. നോക്കി കണ്ടോ, ഒരു ചുമരിൻ്റെ ലുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ ഇത് ചുമര് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഒന്ന് പോയി സൂക്ഷിച്ച് നോക്കി, ഇങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത്രയും പുട്ടിയൊക്കെ ഇട്ടിട്ടുള്ള പുതിയ വീടൊക്കെ ആണെങ്കിൽ അറിയില്ല. അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ വാൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ വാളിനൊന്ന് അവിടേക്ക് ആഡ് ചെയ്യാം അല്ലേ. ഓക്കെ, ഡൗൺലോഡ് ആയില്ലേ. ഡൗൺലോഡ് ആയ ഫയലുകളൊക്കെ നമ്മുടെ ലോക്കൽ എന്നുള്ള ഈ ഒരു ഫയലിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാളിലാണ് ആഡ് ചെയ്യേണ്ടത്. വാളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ വാളിൻ്റെ അകത്തേക്ക് ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്ലൈ ആവാത്തൊരു പ്രശ്നമുണ്ട്. എനിക്കിപ്പോൾ ഒരു ബഗ് പോലെ ഇത് അപ്ലൈ ആവുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നം വരികയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടാകാൻ പോകണ്ട. നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെഗാ സ്കാൻ്റെ അകത്ത് കയറിയാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ആ ഒരു മെറ്റീരിയലിനെ കാണാൻ പറ്റും. ഈ ഒരു മെറ്റീരിയലാണ് അല്ലേ. പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കിട്ടുമെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ആവും. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്ചറുകൾ എല്ലാ ചുമരിലും അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓരോ ചുമരിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോകില്ലേ. അപ്പോൾ അതിനേക്കാൾ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത ചുമരുകളിലൊക്കെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചുമരിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒന്ന് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കോപ്പി ആയില്ല. ഇനി ഏത് ചുമരിലാണ് നമുക്ക് വേണ്ടത്, ഈ ചുമരിൽ വേണമെങ്കിൽ ഈ ചുമര് ക്ലിക്ക് ചെയ്യുക. അവിടേക്ക് ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചു കൊടുക്കുക. അടുത്തതുപോലെ തന്നെ ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ട ചുമരിലൊക്കെ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ അപ്ലൈ ആവും. ഇതൊരു പുതിയ വീടാണെന്ന് കരുതണം കേട്ടോ. ഇത്തിരി ഒരു പഴയ വീടാണെന്ന് കരുതിയിട്ട് ധൈര്യമായിട്ട് അടിച്ചോ ലോക്കൽ പെയിൻറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ടൈപ്പ് കിട്ടിയില്ലേ. ഇനി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഇവിടെ കാണാൻ പറ്റുന്നത്, ഇതുകൊണ്ട് ഭയങ്കര കുത്തനായിട്ടൊരു വൃത്തികെട്ട രീതിയിലാണ് അല്ലേ അതിൻ്റെ ഒരു ഇത് അപ്ലൈ ആയേക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അതിനെന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വാളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മെറ്റീരിയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും അല്ലേ. അതിൽ ടൈലിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഓൺ ആയിട്ട് കാണാൻ പറ്റില്ലേ. അതിൽ ടൈലിംഗ് എക്സ് കണ്ടോ, അത് ഇത്തിരി മുന്നോട്ടേക്ക് നീക്കി നോക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഇത്തിരി ചെറുതായി വരുന്നത്, അതേപോലെ ഇടത്തോട്ട് നീങ്ങുമ്പോൾ വലുതായി വരും ആ ടെക്സ്ചർ കണ്ടോ.
ടെക്സ്ചേഴ്സ് വലുതായി വരുന്നപ്പോൾ നമുക്ക് മാക്സിമം ചെറുതാക്കുക. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് എടുത്ത് കാണില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ വര ഇട്ട പോലെ ആയിപ്പോയി അല്ലേ. അപ്പോൾ ടൈലിംഗ് വൈ എന്ത് ചെയ്യുക, അതും അതേപോലെ അങ്ങോട്ട് കയറ്റുക. അപ്പോൾ കണ്ടോ മേലോട്ടേക്ക് ചെറുതായി വരുന്നത്. അന്നെങ്കിൽ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ള പെയിൻറ്റ് തന്നെ മതിയെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഇപ്പോൾ കണ്ടോ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി കളയാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അവിടെ കാണിച്ചാണ്. ഓക്കെ അല്ലേ. ഇനി ഈ സൺഷെയ്ഡിനൊക്കെ നമുക്ക് ഈ തൂണിനൊക്കെ വേണമെങ്കിൽ വേറൊരു കളർ കൊടുക്കാം. എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒന്ന് മെറ്റീരിയൽസ് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ക്വിക്സൽ ബ്രിഡ്ജിൽ വന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഗൂഗിളിൽ വരാം, ഡൗൺലോഡ് ചെയ്യാം അല്ലേ. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഓപ്ഷൻസ് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് അറിയാം. ഈ വീടിൻ്റെ ചുറ്റിലും നല്ല മരങ്ങളും മലകളൊക്കെ സെറ്റ് ചെയ്ത് ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പാർട്ട് 3 ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർട്ട് 2 നിങ്ങൾക്ക് ടെക്സ്ചറിങ് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലും കൂടുതൽ എനിക്കിനി പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ചോദിക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അതുപോലെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നല്ലൊരു കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.